ഫാദർ കളത്തിൽ മാത്യു MSFS രചിച്ച പുതിയ ഗ്രന്ഥമാണ് ത്രിത്വേക ദൈവ വിശ്വാസം. അധ്യായം 1 പരിശുദ്ധ ത്രിത്വം. ഭാഗം 1 രഹസ്യം. രഹസ്യം എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു സാങ്കേതിക പദമാണ്. നിഗൂഢമായിരിക്കുന്നത് എന്നുള്ള അർത്ഥമല്ല ഈ രഹസ്യം എന്ന വാക്കിനർത്ഥം. ദാനിയേലിന്റെ പുസ്തകത്തില് ദൈവാരൂപിയുടെ സഹായത്താൽ മാത്രം മനസ്സിലാക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ നിഗൂഢമായ പദ്ധതികളെയാണ് രഹസ്യം എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. മാനുഷികമായുള്ള അറിവിന്റെ പരിധിക്കപ്പുറമുള്ള രഹസ്യങ്ങളെ ദൈവത്തിന്റെ ശക്തി പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയേൽ പറയുന്നതും ഇതാണ്. നബൂഖദ്നേസർ രാജാവിനുണ്ടായ സ്വപ്നത്തെ കേന്ദ്രീകരിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാൻ ദാനിയേലിന് മാത്രമാണ് വരം ലഭിച്ചത്. ദാനിയേലിന്റെ പുസ്തകം 2:18. ദാനിയേൽ തന്റെ കൂട്ടുകാരോട് ഈ രഹസ്യത്തെപ്പറ്റി സ്വർഗസ്ഥനായ ദൈവത്തോട് കരുണയാചിക്കണമെന്ന് ആവശ്യപ്പെട്ടു. 2:19. രാത്രി ഒരു ദർശനത്തിൽ ദാനിയേലിന് ഈ രഹസ്യം വെളിപ്പെട്ടു. 2:27. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, ഒരു മനുഷ്യനും ഈ രഹസ്യം വെളിപ്പെടുത്താനാവില്ല. 2:28. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. 2:29. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവൻ വരുവാനിരിക്കുന്ന കാര്യങ്ങൾ നിന്നെ അറിയിച്ചിരിക്കുന്നു. 2:30. ഈ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തിയത് ജീവിച്ചിരിക്കുന്ന മറ്റാരെയുംകാൾ കൂടുതലായ ജ്ഞാനം എനിക്കുള്ളത് കൊണ്ടല്ല, പ്രത്യുത രാജാവ് വ്യാഖ്യാനം അറിയേണ്ടതിനും മനസ്സിലുള്ള വിചാരങ്ങൾ ഗ്രഹിക്കേണ്ടതിനുമാണ്. 2:47. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, നിന്റെ ദൈവം സത്യമായും ദേവന്മാരുടെ ദൈവവും രാജാക്കന്മാരുടെ കർത്താവും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനുമാണ്. എന്തെന്നാൽ ഈ രഹസ്യം വെളിപ്പെടുത്താൻ നിനക്ക് കഴിഞ്ഞിരിക്കുന്നു. രക്ഷയെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകളാണ് രഹസ്യം. പുതിയ നിയമത്തില് രഹസ്യം എന്നതിന് മിസ്റ്റേരിയോൺ എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചിരുന്നു. ഈ വാക്കിൽ നിന്നാണ് മിസ്റ്ററി എന്ന ഇംഗ്ലീഷ് പദം വന്നത്. ദൈവിക പദ്ധതിയുടെ വെളിപാടിനോടാണ് രഹസ്യം എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഉപമയിൽ ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നു. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ദൈവരാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കാണ് വെളിപാട് നൽകപ്പെട്ടിരിക്കുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം പടിപടിയായാണ് ഈശോ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. രക്ഷാകര പദ്ധതിയെക്കുറിച്ച് മിശിഹായിൽ കേന്ദ്രീകരിക്കപ്പെട്ട ദൈവത്തിന്റെ പദ്ധതിയുടെ രഹസ്യമായിരുന്നു ഈ വെളിപ്പെടുത്തൽ. ദൈവിക വെളിപ്പെടുത്തൽ കൂടാതെ ഈ രഹസ്യം പലർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. വെളിപ്പെടുത്തൽ മനസ്സിലാക്കാൻ നിഷ്കളങ്കതയും വിശ്വാസവുമാണ് ഏറ്റവും പ്രധാനം. രഹസ്യവും ഉപമകളും തമ്മിലുള്ള ബന്ധം. ഉപമകൾ വഴിയാണ് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യം ഈശോ വെളിപ്പെടുത്തിയത്. തുറന്ന മനോഭാവമുള്ളവർക്കും വിശ്വാസമുള്ളവർക്കും ഉപമകളുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. അപ്രകാരം വരം കിട്ടിയവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനുള്ള മാധ്യമമാണ് ഉപമകൾ. വിശ്വസിക്കാത്തവർ, കഠിനഹൃദയർ, ബുദ്ധിമാന്മാർ, ജ്ഞാനികൾ മുതലായവർക്ക് ഈശോയുടെ ഉപമകൾ കേൾക്കുവാനും ഗ്രഹിക്കുവാനും കഴിയില്ല. അതുകൊണ്ട് രഹസ്യം അവർക്ക് അഗ്രാഹ്യമാണ്. രഹസ്യങ്ങൾ എല്ലാവർക്കും ഗ്രാഹ്യമല്ല. വരം ലഭിച്ചവർക്ക് മാത്രമേ ഗ്രഹിക്കുവാൻ കഴിയൂ. വരം ലഭിക്കുവാൻ വിശ്വാസം ആവശ്യമാണ്. വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങളിലേക്ക് വിശ്വാസികൾക്ക് കടന്നു ചെല്ലുവാനുള്ള മാധ്യമങ്ങളാണ് ഉപമകൾ. ചുരുക്കത്തിൽ രഹസ്യം എന്നാൽ വെളിപ്പെടുത്തപ്പെടുന്ന ദൈവിക പദ്ധതി എന്നാണ്. പൗലോസിന്റെ ലേഖനങ്ങളിൽ രഹസ്യം എന്ന വാക്കുകൊണ്ട് പ്രധാനമായും ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട രക്ഷാകര പദ്ധതിയെയാണ് അർത്ഥമാക്കുന്നത്. ഇപ്രകാരം വെളിപ്പെടുത്തപ്പെട്ട രഹസ്യം മിശിഹായാണ്. ഗ്രഹിക്കുവാൻ കഴിയുന്നത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാകുന്നു. മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യം അവിടുത്തെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നമ്മുടെ രക്ഷ സാധിച്ചു എന്നതാണ്. എഫേസോസ് 1:5 മുതൽ 23 വരെയുള്ള വചനങ്ങൾ വായിക്കുക. പൗലോസ് ശ്ലീഹായുടെ ദൗത്യം ഈ രക്ഷ എല്ലാവരിലേക്കും എത്തിക്കുക എന്നതായിരുന്നു. യേശു എന്ന ഏകരക്ഷകനായ കുടക്കീഴിൽ എല്ലാവരും ഐക്യപ്പെടുവാനുള്ള ഒരു ക്ഷണമായിരുന്നു അവിടുത്തെ ദൗത്യം. എഫേസോസ് 3:9, കൊളോസോസ് 1:26 മുതൽ 27, 2-ാം അധ്യായം 2-ാം വചനം, റോമ 11:25.
രഹസ്യങ്ങളിൽ പങ്കുകാരാകുന്നതിന് പ്രാഥമിക അംഗത്വം ആവശ്യമാണ്. വിശ്വാസത്തിലൂടെ പ്രാഥമിക അംഗത്വം ലഭിക്കണം. പ്രാഥമിക അംഗത്വം വിശ്വാസിയാവുക എന്നതിലൂടെയാണ് ഒരുവന് ലഭിക്കുക. വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ടാണ് ഒരുവൻ ഈ രഹസ്യത്തിൽ പങ്കുകാരനാവുന്നത്. എഫേസൂസ് അധ്യായം 1 5 മുതൽ 20 വരെ, 2-ാം അധ്യായം 14 മുതൽ 22 വരെ, 3-ാം അധ്യായം 1 മുതൽ 19 വരെ, ഗലാത്യ 3-ാം അധ്യായം 22 മുതൽ 29 വരെ, റോമ അധ്യായം 6 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ വായിക്കും. ദൈവത്തിന്റെ ആന്തരിക രഹസ്യം മുൻകൂട്ടി തയ്യാറാക്കി തന്റെ അഭീഷ്ടമനുസരിച്ച് മിശിഹായിൽ വെളിപ്പെടുത്തി. എഫേസ്യസ് 1:5. മാനുഷിക വിജ്ഞാനത്തിന് ഈ രഹസ്യം മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ദൈവം തന്റെ അരൂപി വഴിയാണ് ഈ രഹസ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം മനുഷ്യർക്ക് നൽകുന്നത്. 1 കൊറിന്തോസ് 2:7 മുതൽ 13 വരെ, 14-ാം അധ്യായം 2-ാം വചനം, എഫേസ്യസ് 3-ാം അധ്യായം 5-ാം വചനം. മിശിഹ രഹസ്യം ദൈവത്തിന്റെ ആന്തരിക രഹസ്യവും അവിടുത്തെ വിജ്ഞാനത്തിന്റെ രഹസ്യവും മിശിഹായെക്കുറിച്ചുള്ള രഹസ്യമാണ്. ഈ രഹസ്യമാവട്ടെ യഹൂദരും വിജാതിയരും മിശിഹായിൽ ഐക്യപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയായിരുന്നു. മിശിഹ രഹസ്യം എന്നത് ദൈവത്തിന്റെ വിജ്ഞാനത്തിന്റെ രഹസ്യത്തിന്റെ വെളിപ്പെടലും സാക്ഷാത്കാരവുമത്രേ. മനുഷ്യൻ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിയുന്നത് മിശിഹ രഹസ്യത്തിലാണ്. ഈ മിശിഹ രഹസ്യം തന്നെയാണ് മാനവകുലത്തിന്റെ സാർവത്രികമായ രക്ഷയ്ക്ക് ഉറവിടമായിട്ടുള്ളത്. മനുഷ്യന് രക്ഷയുടെ ഫലങ്ങളിൽ പങ്കുചേരുവാൻ കഴിയുന്നത് മിശിഹ രഹസ്യം വഴിയാണ്. കാലത്തിന്റെ തികവിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലതിനെയും മിശിഹായിൽ ഒന്നിപ്പിക്കുവാനുള്ള ദൈവിക പദ്ധതിയാണ്. കൊളോസോസ് 1-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വചനങ്ങൾ, 2-ാം അധ്യായം 2-ാം വചനം, എഫേസ്യസ് 1-ാം അധ്യായം 10-ാം തിരുവചനം. സുവിശേഷത്തിന്റെ രഹസ്യം. മിശിഹ രഹസ്യത്തിന്റെ പ്രഘോഷണത്തെയാണ് സുവിശേഷത്തിന്റെ രഹസ്യമെന്ന് പൗലോസ് ശ്ലീഹ വിശേഷിപ്പിക്കുക. ഈ സുവിശേഷത്തിന്റെ രഹസ്യം നാശത്തിൽ സഞ്ചരിക്കുന്നവർക്ക് നിഗൂഢമായിരിക്കും. തെസ്സലോനിയർ 3:2, എഫേസ്യസ് 6:19, ഗലാത്യ 1:6 മുതൽ 12 വരെ, 2 കൊറിന്തോസ് 4:3-4 വചനങ്ങൾ. ഒരേ ഒരു സുവിശേഷം മാത്രമാണുള്ളത്. അത് മിശിഹായുടെ സുവിശേഷമാണ്. മിശിഹായുടെ സുവിശേഷത്തിന്റെ രഹസ്യം മിശിഹാ രഹസ്യത്തിന്റെ വെളിപ്പെടുത്തലും പ്രചോദനവുമാണ് ഉൾക്കൊള്ളുക. വിശ്വാസത്തിന്റെ രഹസ്യം. സുവിശേഷത്തിന്റെ രഹസ്യത്തിന്റെ വെളിപ്പെടുത്തലിന് മനുഷ്യന്റെ അനുകൂലമായ പ്രതികരണമാണ് വിശ്വാസത്തിന്റെ രഹസ്യം. നാം ഈ രഹസ്യം സൂക്ഷിക്കേണ്ടതുണ്ട്. എഫേസ്യസ് 1:13, 1 തിമോത്തി 3:9. സഭയുടെ രഹസ്യം. മിശിഹാ രഹസ്യത്തോട് ഈ സഭാരഹസ്യം അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മിശിഹായും സഭയും തമ്മിലുള്ള ബന്ധം ഒരു വലിയ രഹസ്യമായാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ വിശേഷിപ്പിക്കുന്നത്. എഫേസ്യസ് 5:32, 1 തിമോത്തി 3:16. ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷ. വിശുദ്ധ പൗലോസ് ശ്ലീഹ തന്റെ ശുശ്രൂഷയെ ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷ എന്ന് വിശേഷിപ്പിക്കുന്നു. തന്റെ ശുശ്രൂഷ സുവിശേഷ രഹസ്യത്തിന്റെ പ്രഘോഷണമാണ്. ഈ സുവിശേഷത്തിന്റെ പ്രഘോഷണത്തെ ഒരു ബലിയർപ്പണമായും അതിന്റെ ശുശ്രൂഷയെ പൗരോഹിത്യ ശുശ്രൂഷയായും പൗലോസ് ശ്ലീഹ ചൂണ്ടിക്കാണി. തന്റെ പൗരോഹിത്യ ശുശ്രൂഷയാണ് മാമോദീസ, പരിശുദ്ധാത്മദാനം, അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ, മിശിഹായുടെ ശരീരരക്തങ്ങളുടെ ശുശ്രൂഷ, കൈവപ്പ് ശുശ്രൂഷ തുടങ്ങിയവ. 1 കൊറിന്തോസ് 4:1, റോമ 15:16-25, എഫേസ്യസ് 3:3 മുതൽ 5 വരെ, കൊളോസസ് 1:26 മുതൽ 28 വരെ. ചുരുക്കത്തിൽ പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളിൽ രഹസ്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവം മിശിഹായിലൂടെ വെളിപ്പെടുത്തിയ യാഥാർത്ഥ്യങ്ങളെയും രക്ഷയെയുമാണ് പ്രധാനമായും അർത്ഥമാക്കുക. രഹസ്യം എന്നത് വെളിപാടിന്റെ വിഷയമാണ്. ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയാൽ മാത്രമേ മനുഷ്യനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. വെളിപാടിന്റെ പുസ്തകത്തിൽ രഹസ്യം എന്നത് വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങൾ എന്നാണ്. എന്നാൽ എല്ലാവർക്കും ഗ്രാഹ്യമല്ല. വിശ്വാസത്തിലൂടെയാണ് രഹസ്യങ്ങളുടെ അന്തരാർത്ഥം മനസ്സിലാക്കുവാൻ കഴിയുക. ദൈവത്തിന്റെ അരൂപിയാണ് രഹസ്യം വെളിപ്പെടുത്തുന്നത്. രഹസ്യത്തിൽ പങ്കുചേരുമ്പോൾ രക്ഷയുടെ ഫലം സമൃദ്ധമായി ലഭിക്കുന്നു. രഹസ്യത്തിലുള്ള പങ്കുചേരൽ ദൈവാരാധന കൂടിയാണ്. ദൈവം സ്വഭാവത്തിലും സത്തയിലും ഒന്നും ആളിൽ 3 പുതിയ നിയമം പഠിപ്പിക്കുന്നു. ഇതാണ് പരിശുദ്ധ ത്രിത്വം എന്ന സംജ്ഞ കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. ഏക ദൈവിക സത്തയിൽ പങ്കുകൊള്ളുന്ന
മൂന്ന് വ്യക്തികളാണ് ത്രിത്വത്തിലുള്ളത്. പിതാവിനെ പോലെ തന്നെ പൂർണ്ണ ദൈവമാണ് പുത്രനും പരിശുദ്ധാത്മാവും. വ്യക്തികൾ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കപ്പെടുന്നില്ല. ദൈവിക സത്ത വിഭജിക്കപ്പെടുന്നുമില്ല. പിതാവ് ദൈവമാണ്, പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവമാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം. ത്രിത്വത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ പുതിയ നിയമത്തിലാണ് കാണുന്നത്. എങ്കിലും ഇതിന്റെ ഒരുക്കം പഴയ നിയമത്തിലാണ്. സൃഷ്ടിയിൽ ആരംഭിച്ച ദൈവത്തിന്റെ വെളിപാട് പൂർണ്ണതയിലെത്തുന്നത് ത്രിത്വത്തെക്കുറിച്ചുള്ള വെളിപാടിലാണ്. ക്രിസ്തുവിലാണ് ത്രിത്വ രഹസ്യം പൂർണ്ണമായി അനാവരണം ചെയ്യപ്പെടുന്നത്. ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗം തുറക്കപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വം ആദ്യമായി വെളിപ്പെടുന്നത് ഇവിടെയാണ്. ലൂക്ക 3:21-22. പിന്നീട് ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്റെ പരസ്യ ജീവിതത്തിന്റെ അവസാനമാണ് അപ്പസ്തലന്മാരോട് വെളിപ്പെടുത്തുന്നത്. യോഹന്നാൻ 14:15-18 വരെ, 23:27, 16:5-15 വരെ. ദൈവം ഒരുവൻ മാത്രം. ദൈവത്തിന്റെ സ്വഭാവവും സത്യവും ഒന്ന് മാത്രം. മൂന്നാളുകളും ഒരു സ്വഭാവത്തിലും സത്യയിലും ഒരുപോലെ ഭാഗവാക്കുകളാകുന്നു. മാനുഷിക ബുദ്ധിക്ക് അഗ്രാഹ്യമായി ഇന്നും പരിശുദ്ധ ത്രിത്വം എന്ന ഈ മഹാരഹസ്യം നിലകൊള്ളുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പുത്രനായി ചിത്രീകരിക്കപ്പെടുന്നത് ഇസ്രായേൽ ജനമാണ്. ഇസ്രായേൽ തന്റെ പുത്രനാണ്. ഇസ്രായേൽ എൻ്റെ പുത്രനാണ്, എൻ്റെ ആദ്യജാതനാണ്. പുറപ്പാട് 4:23. ഇസ്രായേൽ ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഹോശേയ 11:1. ഇസ്രായേൽ ജനം ദൈവത്തെ പിതാവായും രാജാവായും കരുതിയിരുന്നു. പഴയ നിയമത്തിലും ദൈവത്തിന്റെ അരൂപിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഉൽപ്പത്തി 1:2. രൂപരഹിതമായ പ്രപഞ്ചത്തിൽ വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു എന്ന് നാം കാണും. രൂപരഹിതമായതിന് ജീവൻ നൽകുന്നത് ഈ അരൂപിയാണ്. മനുഷ്യൻ ജീവൻ പ്രാപിച്ചത് അവന്റെ നാസാരന്തരങ്ങളിലേക്ക് ദൈവം ജീവശ്വാസം നിശ്വസിച്ചപ്പോഴാണ്. ഉൽപ്പത്തി 2:7. കാറ്റ്, ശക്തി, അരൂപി, ചൈതന്യം, ആത്മാവ് തുടങ്ങിയ വാക്കുകളാണ് ദൈവാരൂപിയെ സൂചിപ്പിക്കുവാനായി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ത്രിത്വത്തെക്കുറിച്ചുള്ള വെളിപാട് പൂർണ്ണമാകുന്നത് യേശുക്രിസ്തുവിലാണ്. പഴയ നിയമത്തിൽ അദൃശ്യനായ ദൈവം അരൂപി നിറഞ്ഞ വ്യക്തികളിലൂടെ പ്രവർത്തിച്ചിരുന്നു. പുതിയ നിയമത്തിൽ മനുഷ്യരോടൊപ്പം വസിക്കുവാൻ ദൈവം മനുഷ്യനായി തീർന്നു. വചനം നമ്മുടെ ഇടയിൽ വസിച്ചു. യോഹന്നാൻ 1:14. ദൈവം തന്റെ പുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തിയതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ അറിയുവാൻ സാധിക്കുന്നത്. ദൈവം മനുഷ്യനായി തീർന്ന മിശിഹായാണ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരുന്നത്. ദൈവം മനുഷ്യനായി തീർന്ന മിശിഹായാണ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തരുന്നത്. ത്രിത്വം ഒരു മഹാരഹസ്യമാണ്. ഈശോയിലൂടെ വെളിപ്പെടുത്തിയെങ്കിലും അത് രഹസ്യമായി തുടരുന്നു. വിശ്വാസത്തിലൂടെ മാത്രമേ മനുഷ്യന് ഈ രഹസ്യം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യാവതാരം ചെയ്തു. അത് ഒരു രഹസ്യം തന്നെ. അതുപോലെ മൂന്ന് വ്യക്തികളെ ഏകദൈവമായി സ്ഥിതി ചെയ്യുന്ന ത്രിത്വ രഹസ്യവും മനുഷ്യബുദ്ധിക്ക് അതീതമാണ്. ത്രിത്വത്തെക്കുറിച്ചുള്ള വെളിപാടുകൾ ഈശോ മിശിഹായിലാണ് നാം കാണുക. പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ച് ഈശോ പല പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷേ യഹൂദർക്കും ശിഷ്യന്മാർക്കും ത്രിയേക ദൈവം അത്ര ഗ്രഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാം നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എന്ന്. യോഹന്നാൻ 14:26, 16, 12 മുതലുള്ള വചനം. നിഷ്കളങ്ക ഹൃദയമുള്ളവർക്ക് മാത്രമേ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. മത്തായി 11:25 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ അവർക്കും മാത്രമേ പിതാവിനെ അറിയുവാൻ കഴിയൂ. ദൈവത്തിന്റെ അനന്തമായ സ്നേഹം നിമിത്തമാണ് ഈ വെളിപ്പെടുത്തലുകൾ. തൻ്റെ ഏകജാതനെ മനുഷ്യരക്ഷയ്ക്കായി നൽകിയത് ദൈവത്തിന്റെ അനന്തമായ സ്നേഹം നിമിത്തമാണ്. യോഹന്നാൻ 3:16. മർക്കോസ് 12:1 മുതൽ 9 വരെയുള്ള വചനങ്ങൾ ദൈവത്തിന്റെ കരുണയും സ്നേഹവും വെളിപ്പെടുത്തുന്നു. ലൂക്ക 15-ാം അധ്യായത്തിൽ നഷ്ടപ്പെടുന്നവരെ തിരിച്ചു കിട്ടുമ്പോഴുള്ള ദൈവത്തിന്റെ സന്തോഷമാണ് വെളിപ്പെടുത്തുന്നത്. യോഹന്നാൻ അധ്യായം 14, 15, 16, 17 എന്നിവയിലൂടെ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ചുള്ള സുവ്യക്തമായ ആശയം നാം കാണുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നില്ല. യോഹന്നാൻ 14:7. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. യോഹന്നാൻ 14:9, 10.
ഞാൻ മുന്തിരിച്ചെടിയും പിതാവ് കൃഷിക്കാരനുമാണ്. യോഹന്നാൻ 15:1. എന്നെ ദ്വേഷിക്കുന്നവൻ എൻ്റെ പിതാവിനെയും ദ്വേഷിക്കുന്നു. യോഹന്നാൻ 15:23. പിതാവും താനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെയാണ് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ഈശോ ദൈവത്തിൻ്റെ പുത്രനാണ്, എന്നാൽ അതേസമയം തന്നെ ദൈവത്തോട് ഒത്ത് അവിടുന്ന് അനാദിയുമാണ്. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്കു മുമ്പ് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. യോഹന്നാൻ 17:5. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതും. യോഹന്നാൻ 17:10. ഈശോയും പിതാവും തമ്മിൽ അനാദി മുതലുള്ള ബന്ധമാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുക. ഈശോയുടെ ദൗത്യം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ്. ലോകം മുഴുവൻ ദൈവത്തെ അറിയണം. യോഹന്നാൻ 17:25-26. ലാസറിനെ ഉയർപ്പിച്ചപ്പോഴും ഈശോ ഇത് തന്നെ പറയുന്നു, എന്നെ അയച്ചത് അങ്ങാണെന്ന് ചുറ്റും നിൽക്കുന്നവർ അറിയട്ടെ. യോഹന്നാൻ 11:42. യോഹന്നാൻ തന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ വിവരിക്കുന്ന സന്ദേശം ഇതാണ്. അനാദി മുതലുള്ള ഈശോയുടെ ദൈവത്തോടൊപ്പമുള്ള സഹവാസം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെതും ഏകജാതൻ്റെതുമായ മഹത്വം. യോഹന്നാൻ 1:1-2-14 ഈശോ തന്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. യോഹന്നാൻ 14:16. ഈശോയിൽ നിന്നും പിതാവിൽ നിന്നും വ്യത്യസ്തനാണ് ഈ പരിശുദ്ധാത്മാവ്. സഹായകൻ, എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. യോഹന്നാൻ 14:26. സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടും. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. യോഹന്നാൻ 16:8-13 വചനങ്ങൾ. ഈശോയുടെ ജീവിതം അരൂപിയാൽ നിറഞ്ഞതായിരുന്നു. ഈശോയുടെ മാമോദീസായുടെ അവസരത്തെ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് വസിക്കുന്നതായി 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 1:32-33 വചനങ്ങൾ. ലൂക്ക 3:22 വചനം. മർക്കോസ് 1:10 മുതൽ മർക്കോസ് 1:10, മത്തായി 3:16. ആത്മാവാണ് മരുഭൂമിയിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. മത്തായി 4:1. ഈ ആത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല. മർക്കോസ് 3:28-30 വരെ. ഈ അരൂപിയാൽ ജ്ഞാനസ്നാനപ്പെട്ടവർക്ക് മാത്രമേ ദൈവരാജ്യത്ത് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. യോഹന്നാൻ 3:5. ശിഷ്യന്മാർ ഈ അരൂപിയെ സ്വീകരിച്ചുകൊണ്ട് ലോകം മുഴുവനും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടവരാണ്. ലൂക്ക 26:49. ആത്മാവിന്റെ ആഗമനവും അതേ തുടർന്നുള്ള പ്രവർത്തനങ്ങളും നടപടി പുസ്തകത്തിൽ നാം വായിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:1 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങൾ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവമക്കളാണ്. ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ മക്കൾ അർഹരാകുന്നു. റോമ 8:15 മുതൽ 17 വരെ. ഗലാത്യ 4:6-7 വചനം. ഈശോ ശിഷ്യന്മാർക്ക് ദൗത്യം നൽകുന്നു. മത്തായി 28:40. പിതാവിനെ പോലെ പൂർണ്ണ ദൈവമാകുന്നു പുത്രൻ. യോഹന്നാൻ 20:23, തെസ്സലോണിയൻസ് 1:2. പരിശുദ്ധാത്മാവും പൂർണ്ണ ദൈവമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:34. 3 ദൈവം ഇല്ല, ഒരു ദൈവം മാത്രം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ അംഗത്തിനും വ്യത്യസ്ത ധർമ്മമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സകലത്തിൻ്റെയും ആദികാരണവും കൃപയുടെയും രക്ഷയുടെയും ഉറവിടവുമാണ് പിതാവായ ദൈവം. പിതാവിന്റെ ഹിതമനുസരിച്ച് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കാനായി ഭൂമിയിൽ ആഗതനായവനും പുത്രനാണ്. വിശ്വാസികളിൽ പ്രവർത്തിക്കുന്നതും അവരെ നവീകരണത്തിനും വിശുദ്ധീകരണത്തിനും വിധേയരാക്കുന്നതും പരിശുദ്ധാത്മാവാണ്. പിതാവ് ഒരുക്കിയതും പുത്രനിലൂടെ സാധിച്ചതുമായ രക്ഷയുടെ ഫലങ്ങൾ ഇന്ന് വിശ്വാസികളിൽ പൂർത്തിയാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴിയാണ്.